വളരെയധികം വിഷമത്തോടു കൂടിയാണ് ഈ വീഡിയോ ഇടുന്നത്. കാരണം ഞാൻ യാത്ര ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതേ കണക്ക് തന്നെ എല്ലായിടത്തും യാത്ര ചെയ്ത് എൻ്റെ വീഡിയോസൊക്കെ എല്ലാവരുടെയും മുമ്പിലോട്ട് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതേപോലെ നമ്മുടെ ഈ ഭാഗത്ത്, അതായത് പത്തനാപുരം റൂട്ടിൽ പുനലൂർ ടു പത്തനാപുരം, അത് തന്നെ പുനലൂർ ടു ആര്യങ്കാവ് തമിഴ്നാട് സൈഡിലോട്ട്, അത് കണക്ക് തന്നെ പുനലൂർ അഞ്ചൽ റൂട്ട്, ഇതൊക്കെ ഞങ്ങളുടെ ഇവിടെ വന്നിട്ടാണ് സ്പ്ലിറ്റായി പോകുന്നത്. ഈ ഭാഗങ്ങളിലെല്ലാം ആക്സിഡൻറ്റുകളൊക്കെ കൂടുതൽ വരുന്നു, ഭയങ്കരമായിട്ടുള്ള ആക്സിഡൻറ്റ്സ്. ഈ അടുത്തിടയ്ക്ക് പത്രം നോക്കുമ്പോഴെല്ലാം NH-ലും SH-ലും ഒക്കെ ഭയങ്കരമായിട്ട് നാഷണൽ ഹൈവേയിലൊക്കെ ആക്സിഡൻറ്റുകൾ പെരുകുന്നുണ്ട്. അപ്പോൾ ഇന്ന് നല്ലൊരു കാര്യം കാണാനിടയായി. സീബ്ര ക്രോസിംഗ് ഒക്കെ കൊണ്ടുവന്നിട്ട് നമ്മുടെ അവിടെ പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. നല്ല കാര്യമാണ്. കാരണം അങ്ങനെ കുറച്ച് കാര്യങ്ങളിൽ ഇപ്പോൾ നമ്മുടെ PSS പുനലൂർ സാംസ്കാരിക സമിതിയിൽ നമ്മുടെ ഇക്കാക്ക് ഇടപെട്ടിട്ടുണ്ടായിരുന്നു. നസീർക്ക, AK നസീർക്ക, എല്ലാവർക്കും അറിയാം. ഏറ്റവും വലിയൊരു പൊതുപ്രവർത്തകനാണ്. പിന്നെ അതേ കണക്ക് തന്നെ നമ്മുടെ ഇവിടെ ഭരിക്കുന്നവർ ഇപ്പം കുറച്ച് അലേർട്ടായിട്ടുണ്ട്. KSRTCയിൽ തന്നെ കുറച്ച് അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള വാർഡന്മാരെയൊക്കെ ഇപ്പം പുതുതായിട്ട് നിയമിച്ചു. ഇപ്പം മന്ത്രി വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെയോ മെനഞ്ഞാന്നോ. കുറേ ബസ്സുകളുടെ ഉദ്ഘാടനം, ലോങ് റൂട്ട് ബസ്സുകളൊക്കെ നമുക്കിപ്പോൾ ഉദ്ഘാടനം ചെയ്ത് തന്നു. അപ്പോൾ അതേപോലെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അപകടങ്ങളുടെ കാര്യത്തിൽ നിന്ന് ഒഴിവായി കിട്ടുമെന്ന് എനിക്കൊന്ന് പറയണമെന്ന് തോന്നുന്നു. കാരണം എന്ന് വെച്ചാൽ കറക്റ്റായിട്ടുള്ള സ്പീഡ് ബ്രേക്കറുകൾ, സ്കൂളിനൊക്കെ മുമ്പിലുള്ള സീബ്ര ലൈൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചും കൂടെ ചെയ്തിടുകയാണെങ്കിൽ ആക്സിഡൻറ്റ് റേറ്റൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് ടയർഡാവുകയാണെങ്കിൽ വണ്ടി ഒന്ന് നിർത്തിയിട്ട് എവിടെയെങ്കിലും സൈഡ് ഒതുക്കിയിട്ട് കിടന്ന് ഇച്ചിരി ഉറങ്ങാൻ നോക്കുക. വണ്ടിക്കകത്ത് തന്നെ ഉറങ്ങാൻ പറ്റുമെങ്കിൽ ഉറങ്ങാൻ നോക്കുക. ബെറ്റർ ആവുമെന്ന് തോന്നിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ ജീവനും വലുതൊന്നുമല്ല ഒരു കാര്യം. അതുകൊണ്ട് നിങ്ങൾ റെസ്റ്റ് എടുക്കുക. പരമാവധി റെസ്റ്റ് വരുന്ന സമയത്ത് അടിച്ച് പിടിച്ച് നമ്മളുടെ റെസ്റ്റെല്ലാം അടക്കി നിർത്തിക്കൊണ്ടുള്ള ഓട്ടമൊക്കെ ഒഴിവാക്കുക. വണ്ടി സൈഡിലോട്ട് ഒതുക്കിയിട്ട് നമുക്ക് പെട്രോൾ പമ്പും 24 മണിക്കൂറും വർക്ക് ചെയ്യുന്ന പെട്രോൾ പമ്പൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതിനൊക്കെയുള്ള പെട്രോൾ പമ്പിലൊക്കെ പോയിട്ട് നിങ്ങൾക്ക് കുറച്ചൊക്കെ റെസ്റ്റ് എടുക്കാം. അല്ലെങ്കിൽ നല്ല വെട്ടമുള്ള അടുത്ത് അങ്ങനെയൊക്കെ ഉള്ളിടം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്താൽ കുറച്ചും കൂടെ നമുക്ക് ബെറ്റർ ആവുമെന്ന് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. കാരണം ഭയങ്കരമായിട്ടുള്ള ആക്സിഡൻറ്റുകൾ വർദ്ധിക്കുന്നുണ്ട്. രാത്രി കർവ്സിലാണ്, വളവുകളിലാണ് ഏറ്റവും കൂടുതൽ ആക്സിഡൻറ്റുകളൊക്കെ ഉണ്ടാകുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം കറക്റ്റായിട്ട് അധികാരികൾ അതിനായിട്ടുള്ള സൈൻ ബോർഡുകൾ കറക്റ്റായിട്ട് കൊടുക്കുക എന്നൊക്കെ ഉള്ള ഒരു മെസ്സേജ് പാസ് ചെയ്യണമെന്ന് തോന്നി. അപ്പം പല കാര്യങ്ങൾക്കും നടക്കുന്നുണ്ട്. സീബ്ര ലൈൻസൊക്കെ വെക്കുന്നുണ്ട്, സ്പീഡ് ബ്രേക്കർ കറക്റ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് സന്തോഷം. അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് തന്നെ ആക്സിഡൻറ്റ് റേറ്റ് താഴേക്ക് വരും. അപ്പം നമ്മുടെ ഈ മലയോര പ്രദേശത്ത് ഒരുപാട് വളവുകളും തിരിവുകളും ഒക്കെ ഉള്ള സ്ഥലമാണ്. അങ്ങനെയൊക്കെയുള്ള പ്രദേശത്ത് കുറച്ച് ഇമ്പ്രൂവ്മെൻ്റൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ റോഡ്സിലും കുറച്ചൊക്കെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇത്, കാരണം ഓരോ വർഷം തോറും വണ്ടികളുടെ എണ്ണം പെരുകി വരികയാണ്, കുറേയല്ല കൂടുതൽ വരികയാണ്. അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആക്സിഡൻ്റൊക്കെ കുറയ്ക്കാമെന്ന് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ഓക്കെ, അപ്പം എപ്പോഴും എല്ലായിടത്തും കാണുന്നതും കേൾക്കുന്ന പോലെ സ്പീഡ് ത്രിൽസ് ബട്ട് കിൽസ്. Drive safely on our roads. Okay, thank you.